السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد. പാമ്പിനെ സ്വപ്നം കാണുന്ന പലരും അതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. പല രൂപത്തിലാണ്, പല അവസ്ഥയിലാണ് സ്വപ്നം കാണുന്നത്. അപ്പോൾ അതിൻ്റെ രൂപങ്ങൾക്കും ഭാവങ്ങൾക്കും അവസ്ഥകൾക്കും അനുസരിച്ച് അതിന് വ്യാഖ്യാനവുമുണ്ട്. സ്വപ്നം കാണുക എന്നുള്ളത് ചിലപ്പോൾ ഭാവിയിൽ നമുക്ക് സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചന സ്വപ്നത്തിലൂടെ ലഭിക്കാറുണ്ട്. ചിലപ്പോൾ പൊയ്ക്കിനാവുണ്ടാകാം, ദുസ്വപ്നങ്ങളുണ്ടാകാം, ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായിരിക്കാം. വിശുദ്ധമായ ഖുർആനിൽ തന്നെ സ്വപ്നത്തിലൂടെ ചില കാര്യങ്ങൾ അറിയിച്ചത്, അതിൻ്റെ സൂചന ലഭിച്ചത്, അതിന് പ്രവാചകന്മാർ അതിനെ വ്യാഖ്യാനിച്ചതൊക്കെ വിശുദ്ധമായ ഖുർആനിൽ കാണാം. സൂറത്ത് യൂസുഫിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളിൽ ആദ്യം യൂസുഫ് നബി അലൈഹി സ്വലാം ഒരു സ്വപ്നം കണ്ടു. അതിൻ്റെ വ്യാഖ്യാനം പിതാവായ യാക്കൂബ് നബി അലൈഹി സ്വലാം മനസ്സിലാക്കി. അതുപോലെ തന്നെ പിന്നീട് യൂസുഫ് നബി അലൈഹി സ്വലാം തടവറയിൽ കഴിയുന്ന സമയത്ത് രണ്ട് ജയിൽ പുള്ളികൾ, രാജാവിൻ്റെ അടുത്ത ജോലിക്കാരായ പാചകക്കാരനും രാജാവിന് വീഞ്ഞ് ഒഴിഞ്ഞു കൊടുക്കുന്നവനും രണ്ടുപേരെയും ജയിലിൽ അടച്ചപ്പോൾ, സുദീർഘമായ ചരിത്രമാണ്, ഞാൻ ചരിത്രങ്ങളിലേക്കോ വിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകളിലേക്കോ കടക്കുന്നില്ല. ആ രണ്ടുപേരും കണ്ട വ്യത്യസ്തമായ സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾക്ക് യൂസുഫ് നബി അലൈഹി സ്വലാം കൊടുത്ത വ്യാഖ്യാനം, പിന്നീട് ആ പറഞ്ഞതുപോലെ യൂസുഫ് നബി അലൈഹി സ്വലാം വ്യാഖ്യാനിച്ചതുപോലെ സംഭവിച്ചത് എല്ലാം ഖുർആനിൽ കാണാം. അതുപോലെ തന്നെ അതിനുശേഷം ഈജിപ്തിലെ രാജാവ് സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തതും എല്ലാം ഖുർആനിൽ കാണാം. അപ്പോൾ സ്വപ്നത്തിൽ ചില സൂചനകൾ ഉണ്ട് എന്നാണ് ഇതൊക്കെ അറിയിക്കുന്നത്. പാമ്പിനെ സ്വപ്നം കാണുന്ന ആളുകൾ യഥാർത്ഥത്തിൽ പാമ്പ് വഞ്ചകനായ ഒരു ശത്രുവിനെയാണ് പാമ്പ് വ്യാഖ്യാനിക്കുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ പാമ്പ് ശത്രുവായിട്ടാണ്. പാമ്പിൻ്റെ സ്വപ്നം ശത്രുവിനെ സൂചിപ്പിക്കുന്നു. ഒരാളവൻ്റെ വീട്ടിൽ പാമ്പിനെ കണ്ടാൽ അത് ശത്രുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരാൾ പാമ്പിനെ കൊന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അവൻ ശത്രുവിനോട് വിജയം നേടും, ശത്രുവിനെ അവൻ പരാജയപ്പെടുത്തും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. എല്ല്, അതിൻ്റെ മാംസം, അതിൻ്റെ തോല്, അതിൻ്റെ രക്തം, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ശത്രുവിൻ്റെ സമ്പത്തിനെയാണ്. ഒരാൾ പാമ്പിനെ കൊല്ലുന്നതായിട്ടോ അല്ലെങ്കിൽ തൻ്റെ കൈ കൊണ്ട് പാമ്പിനെ എടുത്ത് ഉയർത്തുന്നതായിട്ടോ സ്വപ്നം കണ്ടു. തൻ്റെ കൈ കൊണ്ട്
നിഷ്പ്രയാസം പാമ്പിനെ എടുത്ത് പൊക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ അതിനെ വിഹിതം വെക്കുന്നത്, അതിനെ മുറിക്കുന്നത് കണ്ടു. ഇതൊക്കെയും സൂചിപ്പിക്കുന്നത് അവൻ അവൻ്റെ ശത്രുവിനെ പരാജയപ്പെടുത്തുന്നു, ശത്രുവിൻ്റെ മേൽ അവൻ വിജയം നേടുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, വാഹുസമാലവും അവൻ്റെ സമ്പത്ത് ഇവൻ പിടികൂടുമെന്നും സൂചിപ്പിക്കുന്നു. ഒമൻ റഅ അന്ന ഹയ്യത്തൻ കല്ലമത്തുഹു ബികലാമിൻ ഹസൻ. ഒരാൾ സ്വപ്നം കാണുന്നു, പാമ്പ് അവനോട് നല്ല നിലക്ക് സംസാരിക്കുന്നു. നല്ല നിലക്ക്, ഭീഷണിയുടെ സ്വരത്തിലല്ല, മനപ്രയാസമുണ്ടാക്കുന്ന രൂപത്തിലല്ല, അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നല്ല സംസാരം അവനോട് പാമ്പ് സംസാരിക്കുന്നതായി സ്വപ്നം കണ്ടാൽ കുറെ ഖൈറുകളും കുറെ നന്മകളും കുറെ ഗുണങ്ങളും ഉപകാരങ്ങളുമെല്ലാം അവന് ലഭ്യമാകും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. ഒമൻ റഅ അന്ന ഹയ്യത്തൻ അതാഅതുഹു വഹുവ യതസറഫു ഫീഹാ ഹൈസു യശാ. ഒരുത്തൻ സ്വപ്നം കാണുന്നു, പാമ്പ് അവന് വഴിപ്പെടുന്നു, അതുപോലെ തന്നെ അവൻ അതിനെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്നു, ഒരു പേടിയുമില്ലാതെ. എങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം ആ വ്യക്തിക്ക് കുറേ സ്ഥാനങ്ങളും പ്രതാപങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളും ലഭിക്കാൻ പോകുന്നു എന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനം. അതുപോലെ തന്നെ ഒരുത്തൻ കണ്ടത് ലോഹത്തിൻ്റെ പാമ്പുകളാണ്, ഇരുമ്പ്, ചെമ്പ്, വെള്ളി, സ്വർണം, അങ്ങനെ ആ രൂപത്തിലുള്ള ഏതെങ്കിലും ലോഹപ്പാമ്പ്, നിറമല്ല, അതിൻ്റെ നിറത്തിലുള്ളത് എന്നല്ല, യഥാർത്ഥ ഒരു ലോഹപ്പാമ്പാണ് കണ്ടത്. ഇരുമ്പിൻ്റെ പാമ്പ്, അല്ലെങ്കിൽ ചെമ്പിൻ്റെ പാമ്പ്, അല്ലെങ്കിൽ സ്വർണ്ണ വെള്ളിയുടെ പാമ്പ്. എന്നാൽ അത് അവന് ഗുണമാണ്, അവന് ഗുണത്തിനെയാണ് അറിയിക്കുന്നത്. അത് സ്വർണത്തിൻ്റെയും വെള്ളിയുടേതുമാണെങ്കിൽ, സ്വർണത്തിൻ്റെയും വെള്ളിയുടേതുമാണ് കണ്ടതെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഗുണകരമാണ് എന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനം. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. വീഡിയോ നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.